നമസ്കാരം സുഹൃത്തുക്കളെ, കേരളത്തിലെ മനോഹരമായ തെക്കടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് പെരിയാർ ടൈഗർ റിസർവിന്റെ ഉള്ളിലുള്ള പെരിയാർ ലേക്കിൽ ബോട്ടിംഗ് അനുഭവിക്കാനാണ്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ടിക്കറ്റ് കൗണ്ടറിലാണ്. ഇവിടെ നിന്ന് ബോട്ടിംഗ് ടിക്കറ്റുകൾ എടുക്കാം. സാധാരണയായി രാവിലെ തന്നെ വരുന്നത് നല്ലതാണ്, കാരണം ടിക്കറ്റുകൾ വേഗം തീരാറുണ്ട്. ടിക്കറ്റ് എടുത്തതിന് ശേഷം ഇവിടെ നിന്ന് ഒരു ബസ് സർവീസ് ഉപയോഗിച്ച് ബോട്ട് ലാൻഡിംഗ് ഏരിയയിലേക്ക് പോകണം. ഇപ്പോൾ നമ്മൾ ബസ്സിൽ കയറുകയാണ്. ഈ യാത്ര തന്നെ വളരെ മനോഹരമാണ്. ചുറ്റും കാടും പ്രകൃതിയും കാണാം. ഇപ്പോൾ നമ്മൾ ബോട്ട് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തി. ഇവിടെ സുരക്ഷാ പരിശോധന കഴിഞ്ഞ് ബോട്ടിൽ കയറാം. ഇതാണ് ബോട്ടിംഗ് ഏരിയ. ഇവിടെ നിന്ന് പെരിയാർ ലേക്കിലൂടെ ഏകദേശം 1.5 മണിക്കൂർ യാത്രയാണ്. ബോട്ട് പതുക്കെ മുന്നോട്ട് പോകുമ്പോൾ വെള്ളത്തിനരികിൽ വരുന്ന മൃഗങ്ങളെ കാണാൻ സാധ്യതയുണ്ട്. ഇത് ഒരു ശാന്തമായ, പ്രകൃതിയോട് അടുപ്പമുള്ള അനുഭവമാണ്. Friends, welcome to the beautiful south of Kerala. Today we are going to experience boating on Periyar Lake inside the Periyar Tiger Reserve. Now we have reached the ticket counter. You can get your boating tickets from here. It is usually better to come early in the morning because the tickets get sold out quickly. After getting your tickets, you have to take a bus service from here to the boat landing area. Now we are boarding the bus. The journey itself is very beautiful. You can see the forest and nature all around. Now we have reached the boat starting point. Here, after the security check, we can board the boat. This is the boating area. It is about an hour and a half journey from here along the Periyar Lake. As the boat slowly moves forward, you are likely to see animals coming near the water. It is a peaceful, close to nature experience.
നമസ്കാരം. കേരളത്തിലെ മനോഹരമായ ടൂറിസ്റ്റ് സ്ഥലമായ തെക്കടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് പെരിയാർ ടൈഗർ റിസർവിന്റെ ഉള്ളിലുള്ള പെരിയാർ ലേക്കിൽ നടക്കുന്ന ബോട്ടിംഗ് അനുഭവത്തിലേക്കാണ്. ഈ ബോട്ട് സഫാരി വളരെ പ്രശസ്തമാണ്, കാരണം ഇത് വന്യജീവികളെ സുരക്ഷിതമായി കാണാനുള്ള മികച്ച മാർഗമാണ്. ബോട്ട് പതുക്കെ നീങ്ങുമ്പോൾ തടാകത്തിന്റെ കരയിലെത്തുന്ന മൃഗങ്ങളെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആനകൾ, മാൻ, കാട്ടുപന്നി, ഗൗർ എന്നിവ കാണാൻ കഴിയും. ചിലപ്പോൾ പക്ഷികളും ഒറ്റയും കാണാൻ സാധിക്കും. ഈ യാത്ര ഏകദേശം 1.5 മണിക്കൂർ നീളുന്നതാണ്. രാവിലെ സമയം പക്ഷികളെ കാണാൻ നല്ലതാണ്, വൈകുന്നേരം സമയം മൃഗങ്ങളെ കാണാൻ കൂടുതൽ കഴിയും. ടിക്കറ്റ് നിരക്ക് സാധാരണക്കാർക്ക്, പക്ഷേ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നത് നല്ലതാണ്. പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ ഇതൊരു മികച്ച അനുഭവമാണ്. തെക്കടി സന്ദർശിക്കുന്നവർ ഈ ബോട്ടിംഗ് മിസ് ചെയ്യരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. Welcome to Tekadi, a beautiful tourist destination in Kerala. Today we are going for a boating experience on Periyar Lake, which is inside the Periyar Tiger Reserve. This boat safari is very famous because it is a great way to safely see wildlife. As the boat moves slowly, you can see animals approaching the shore of the lake. If you are lucky, you can see elephants, deer, wild boars, and gaur. Sometimes you can see birds and otters. This trip lasts about an hour and a half. Morning time is good for bird watching. Evening time is more likely to see animals. Ticket prices are suitable for ordinary people, but it is better to book in advance. This is a great experience to enjoy the beauty of nature. Those who visit Tekadi should not miss this boating. If you like the video, like, share and subscribe. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ വന്യജീവി സങ്കേതങ്ങളിൽ ഒന്നായ പെരിയാർ ടൈഗർ റിസർവിലേക്കാണ്. ഔഷധച്ചെടി കടുവ ഇവിടെ കാണാൻ പോകുന്നത് പ്രകൃതിയും വന്യജീവികളും ചേർന്ന അദ്ഭുത ലോകം. ഇത് പെരിയാർ ടൈഗർ റിസർവ്. ഇത് ഏകദേശം 925 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു വലിയ വനപ്രദേശമാണ്. ഇവിടെ കടക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു തണുത്ത കാറ്റും കാടിന്റെ നിശബ്ദതയും അനുഭവിക്കാം. പെരിയാർ ടൈഗർ റിസർവ് 1934-ൽ നെല്ലിക്കമ്പെട്ടി ഗെയിം സാങ്ച്വറി എന്ന പേരിൽ ആരംഭിച്ചു. പിന്നീട് ഇത് ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചു. ഇവിടത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ജീവികൾ: ആനകൾ ആന, കാട്ടുപോത്തുകൾ, മാൻ, കുരങ്ങുകൾ കുരങ്ങ്, കൂടാതെ ഭാഗ്യത്തോടെ കടുവ പോലും. ഇത് ഇന്ത്യയിലെ ഏറ്റവും സംരക്ഷിതമായ വന്യജീവി പ്രദേശങ്ങളിൽ ഒന്നാണ്. പെരിയാറിലേക്ക് ബോട്ടിംഗ് ആണ് ഇവിടെ പ്രധാന ആകർഷണം.
ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ കാടിന്റെ നടുവിൽ നിന്ന് ജീവികളെ കാണാനുള്ള അവസരം ലഭിക്കും. ശാന്തമായ വെള്ളവും മഞ്ഞു മൂടിയ കാടും അതൊരു വേറിട്ട അനുഭവമാണ്. ഇവിടെ സമയം ചിലവഴിക്കുന്നത് മനസ്സിന് വലിയ സമാധാനം നൽകും. നഗരജീവിതത്തിൽ നിന്നൊരു ബ്രേക്ക് എടുക്കാൻ ഏറ്റവും നല്ല സ്ഥലമാണ് ഇത്. ഇന്നത്തെ പെരിയാർ തടാകമുള്ള പ്രദേശം ഒരിക്കൽ കാടുകളും പെരിയാർ നദിയും നിറഞ്ഞ വനപ്രദേശമായിരുന്നു. അവിടെ ഒരു തടാകവും ഉണ്ടായിരുന്നില്ല. 1895-ൽ ബ്രിട്ടീഷുകാർ മലപെരിയാർ ഡാം നിർമ്മിച്ചു. ഈ അണക്കെട്ട് നിർമ്മിച്ചതിന്റെ പ്രധാന ഉദ്ദേശ്യം തമിഴ്നാട്ടിലെ വരണ്ട പ്രദേശങ്ങൾക്ക് വെള്ളം എത്തിക്കുക എന്നതാണ്. അണക്കെട്ട് നിർമ്മിച്ചതിന് ശേഷം വെള്ളം കാടുകൾ നിറഞ്ഞ പ്രദേശത്ത് നിറഞ്ഞു വലത്തേക്ക് ചൂണ്ടുന്ന ചൂണ്ടുവിരൽ ഇതോടെ പെരിയാർ വെള്ളം ഉയർന്നപ്പോൾ വലിയ വനപ്രദേശം വെള്ളത്തിനടിയിൽ മുങ്ങി പല വൃക്ഷങ്ങളും നശിച്ചു. പക്ഷേ ചില മരതണ്ടുകൾ വെള്ളത്തിനു മുകളിൽ തന്നെ നിലനിന്നു. പെരിയാർ തടാകം തെക്കടിയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ബോട്ടിംഗ് സഫാരിക്ക് പ്രശസ്തമാണ്. സ്പീഡ് ബോട്ട് പ്രകൃതിയും വന്യജീവികളും ഒരുമിക്കുന്ന ഒരു അദ്ഭുത സ്ഥലം. ഇത് ഒരു തടാകം മാത്രമല്ല, ഒരു കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന കാട് ഇന്ന് വെള്ളത്തിനടിയിൽ മറഞ്ഞിരിക്കുകയാണ്. മുല്ലപ്പെരിയാർ ഡാം ഇന്ത്യയിലെ ഏറ്റവും പഴയ അണക്കെട്ടുകളിൽ ഒന്നാണ്. ഇത് നിർമ്മിച്ചതിന്റെ പിന്നിൽ വലിയൊരു ചരിത്രവും എഞ്ചിനീയറിംഗ് അദ്ഭുതവുമുണ്ട്. ഇടുക്കി ജില്ലയിലെ പെരിയാർ നദിയിലാണ് ഈ ഡാം. പക്ഷേ ഇതിന്റെ വെള്ളം പ്രധാനമായും തമിഴ്നാട്ടിലേക്ക് മാറ്റിയാണ് ഉപയോഗിക്കുന്നത്. ബ്രിട്ടീഷുകാലത്ത് തമിഴ്നാട്ടിലെ മധുര, തേനി തുടങ്ങിയ പ്രദേശങ്ങൾ വെള്ളക്കുറവ് കാരണം കൃഷിക്ക് ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. അതിനാൽ പെരിയാർ നദിയിലെ വെള്ളം തമിഴ്നാട്ടിലേക്ക് തിരിച്ചുവിടാൻ ഈ ഡാം നിർമ്മിക്കാൻ തീരുമാനിച്ചു. നിർമ്മാണം ആരംഭിച്ചത് 1887, പൂർത്തിയായത് 1895. ബ്രിട്ടീഷ് എഞ്ചിനീയർ ജോൺ പെനിക്യൂർ. കനത്ത മഴയും വെള്ളപ്പൊക്കവും കാട്ടുപ്രദേശമായതിനാൽ ഗതാഗത ബുദ്ധിമുട്ടുകൾ, നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോകാൻ വലിയ പ്രയാസം. ഒരു പ്രാവശ്യം വെള്ളപ്പൊക്കത്തിൽ ഡാം ഭാഗികമായി തകർന്നതായും പറയുന്നു. പിന്നീട് വീണ്ടും പണിതു. കല്ലും ചുണ്ണാമ്പും ഉപയോഗിച്ചാണ് നിർമ്മിച്ചത്. ഇന്നത്തെ പോലെ സിമന്റ് അന്നില്ലായിരുന്നു. വളരെ ശക്തമായ സുർക്കി മിക്സ്ചർ ഉപയോഗിച്ചു. ഡാം നിർമ്മിച്ചതോടെ വെള്ളം തടഞ്ഞു ചുറ്റുമുള്ള കാടുകൾ വെള്ളത്തിനടിയിൽ മുങ്ങി. തമിഴ്നാട്ടിലെ കൃഷിക്ക് പ്രധാന ജലസ്രോതസ്. കേരളത്തിലെ പ്രധാന ടൂറിസം കേന്ദ്രം. പെരിയാർ ടൈഗർ റിസർവിന്റെ ഭാഗം. സാധാരണ ഡാം അല്ല, കാടിനുള്ളിൽ മനുഷ്യൻ സൃഷ്ടിച്ച ഒരു മഹത്തായ എഞ്ചിനീയറിംഗ് അത്ഭുതമാണ്. പെരിയാർ ടൈഗർ റിസർവിന്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രശസ്ത റിസോർട്ടാണ് KTDC പെരിയ ഹൗസ്. പ്രകൃതിയോട് ചേർന്ന് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഒരു പെർഫെക്റ്റ് സ്റ്റേ ഓപ്ഷനാണ്. പെരിയാർ ടൈഗർ റിസർവിയുടെ ഉള്ളിൽ തന്നെ ബോട്ടിംഗ് പോയിന്റിന് വളരെ അടുത്ത് കാടിന്റെ നിശബ്ദതയും ശുദ്ധവായുവും നിറഞ്ഞ അന്തരീക്ഷം. പഴയ ബ്രിട്ടീഷ് ശൈലിയിലുള്ള കെട്ടിടം, വനത്തിന്റെ നടുവിലുള്ള ഹെറിറ്റേജ് ഫീൽ, ശാന്തമായ അന്തരീക്ഷം, റീലാക്സ് ചെയ്യാൻ മികച്ച സ്ഥലം. കാടിന്റെ നടുവിൽ ഒരു രാത്രി താമസിക്കണമെങ്കിൽ KTDC പെരിയ ഹൗസ് ആണ് ഏറ്റവും നല്ല ചോയ്സ്. റിസർവിലെ ഏറ്റവും പ്രധാന ആകർഷണം തടാകത്തിലൂടെ ബോട്ടിൽ യാത്ര. കാടിന്റെ നടുവിൽ നിന്ന് ജീവികളെ കാണാനുള്ള അവസരം. ആന, മാൻ, കാട്ടുപോത്ത് എന്നിവ കാണാൻ.
തടാകത്തിൽ ബാംബു കൊണ്ട് നിർമ്മിച്ച തുണിയിൽ യാത്ര, ട്രെക്കിംഗും റാഫ്റ്റിംഗും ഒരുമിച്ചുള്ള അനുഭവം. അഡ്വഞ്ചർ ഇഷ്ടമുള്ളവർക്ക് പെർഫെക്റ്റ്. ഫോറസ്റ്റ് ഗാർഡുകളുടെ കൂടെ കാട്ടിലൂടെ ട്രെക്കിംഗ്, വന്യജീവികളെ അടുത്തറിയാൻ അവസരം. സേഫ് ആൻഡ് ഗൈഡഡ് ആക്ടിവിറ്റി. കാടിന്റെ പുറംഭാഗങ്ങളിൽ ജീപ്പിൽ സഫാരി, വ്യത്യസ്ത കാഴ്ചകളും ഗ്രാമപ്രദേശങ്ങളും കാണാം. സൺറൈസ്, സൺസെറ്റ് വ്യൂസ്. പക്ഷികൾക്കും ബേർഡ് വാച്ചിംഗ് നല്ല സ്ഥലമാണ്. ഫോട്ടോഗ്രഫി, ഓവാസ്. കാടിന്റെ നടുവിൽ താമസിക്കാം. KTDC പെരിയ ഹൗസ് പോലുള്ള റിസോർട്ടുകൾ. രാത്രി കാടിന്റെ ആംബിയൻസ് എക്സ്പീരിയൻസ് ചെയ്യാം. തെക്കടിയിൽ സ്പൈസ് പ്ലാന്റേഷൻസ് കാണാം. ചുവന്ന മുളക്, ഏലക്ക, കുരുമുളക്, ചായ തുടങ്ങിയവ വാങ്ങാം. പെരിയാർ ടൈഗർ റിസർവ് ഒരു സ്ഥലമല്ല, പ്രകൃതിയും അഡ്വഞ്ചറും ഒരുമിച്ച് അനുഭവിക്കാനുള്ള ഒരു യാത്രയാണ്. തടാകം ഒരു സാധാരണ ടൂറിസ്റ്റ് കേന്ദ്രമല്ല. ഇത് പ്രകൃതിയും ചരിത്രവും ഒരുമിച്ചുള്ള ഒരു അതുല്യ അനുഭവമാണ്. 1895-ൽ മലപെരിയാർ ഡാം നിർമ്മിച്ചതോടെ രൂപപ്പെട്ട ഈ തടാകം ഇന്നേക്ക് വന്യജീവികൾക്ക് ഒരു പ്രധാന ജലസ്രോതസ്സായി മാറിയിരിക്കുന്നു. കാടിന്റെ നടുവിലെ ശാന്തത, വെള്ളത്തിനു മുകളിൽ നിൽക്കുന്ന പഴയ മരങ്ങളുടെ അവശിഷ്ടങ്ങൾ, ബോട്ടിംഗ് വഴി ലഭിക്കുന്ന മനോഹരമായ കാഴ്ചകൾ, ഇവയെല്ലാം ചേർന്ന് പെരിയാർ തടാകത്തെ വ്യത്യസ്തമാക്കുന്നു. പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കും ശാന്തത തേടുന്നവർക്കും വൈൽഡ് ലൈഫ് അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതൊരു മസ്റ്റ് വിസിറ്റ് ഡെസ്റ്റിനേഷൻ ആണ്. ഇത് ഒരു തടാകം മാത്രമല്ല, ഒരു കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന കാട് ഇന്നും നമ്മോട് കഥ പറയുന്ന സ്ഥലമാണ്. അതാണ് പെരിയാർ തടാകം. ഇങ്ങനെ നമ്മളുടെ തെക്കടി പെരിയാറിലേക്ക് ബോട്ടിംഗ് യാത്ര അവസാനിക്കുകയാണ്. ഈ യാത്ര വളരെ ശാന്തവും മനോഹരവുമായ ഒരു അനുഭവമായിരുന്നു. ചുറ്റും കാടും വെള്ളവും കൂടി ഒരുപാട് നാച്ചുറൽ ഫീലാണ് കിട്ടിയത്. യാത്രക്കിടെ കുറച്ച് മൃഗങ്ങളെയും പക്ഷികളെയും കാണാൻ കഴിഞ്ഞു. ഭാഗ്യമുണ്ടെങ്കിൽ കൂടുതൽ വൈൽഡ് ലൈഫ് കാണാൻ സാധിക്കും. എന്തായാലും മൃഗങ്ങളെ കാണുന്നതിനേക്കാൾ ഈ സ്ഥലത്തിന്റെ സൗന്ദര്യവും സമാധാനവും തന്നെ ഈ യാത്രയെ പ്രത്യേകമാക്കുന്നു. കുടുംബത്തോടും സുഹൃത്തുക്കളോടും കൂടി വരാൻ വളരെ നല്ലൊരു സ്ഥലമാണ് ഇത്. തെക്കടി സന്ദർശിക്കുന്നവർക്ക് ഈ ബോട്ടിംഗ് ഒരു നല്ല അനുഭവം തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും ഇത്തരം യാത്രാ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, വീണ്ടും കാണാം.
Thus ends our boating trip to Tekadi Periyar Lake. This trip was a very peaceful and beautiful experience. Surrounded by forest and water, it gave a very natural feel. During the trip, we were able to see a few animals and birds. If we are lucky, we can see more wildlife. Anyway, more than seeing animals, the beauty and tranquility of this place makes this trip special. This is a very good place to come with family and friends. This boating is a good experience for those visiting Tekadi. I hope you liked this video. If you like it, don't forget to like and share it. Subscribe to the channel for more such travel videos. Thank you. See you again.